സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൻ്റെ ക്ഷണം നമുക്ക് ലഭിച്ചുവെങ്കിൽ ഇന്നിതാ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ തന്നെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, നവജെറുസലേമായ സഭ നാം തന്നെയാണത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപാട് 20-21 അധ്യായങ്ങൾ. അവിടെ സമുദ്രം അപ്രത്യക്ഷമായിരുന്നു. ഒരു കടലിനക്കരെ പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടിടത്ത് നിന്നുകൊണ്ടാണ് ഈ ദർശനമൊക്കെ യോഹന്നാൻ കണ്ടത്. തൻ്റെ പ്രിയജനത്തിൽ നിന്ന് കടലോളം ദൂരം. ആ അന്തരങ്ങളും അകലങ്ങളുമാണ് ഇവിടെ റദ്ദായിരിക്കുന്നത്. നവജെറുസലേമിൽ കടൽ അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ദൈവാരാധന ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള വിശ്വസ്തവും പരിപാവനവുമായ വൈവാഹിക ബന്ധത്തിൻ്റെ രൂപകത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും വരച്ചിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഗ്രഹാരാധനയെ അസന്മാർഗികതയായി കുറിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് തകർന്നു വീഴുന്ന ബാബിലോണിനെ ഇന്നലെ വിവരിക്കുമ്പോൾ ഈ അബദ്ധസഞ്ചാരത്തിൻ്റെ കുറികൾ കുറിക്കപ്പെടുന്നതും. ഇന്ന് സങ്കീർത്തനം 84 ദേവാലയത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം വിളിച്ചോതുകയാണ്. അതിൻ്റെ ഘനഗാംഭീര്യത്തിലല്ല, പക്ഷെ സങ്കീർത്തകൻ്റെ മനസ്സുടക്കിയത് അതിൻ്റെ അനിർവചനീയമായ ലാളിത്യത്തിലാണ്. ലളിതസുന്ദരമാണ് ദേവാലയം, ലളിതസുന്ദരമാണ് ആരാധന. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കാൻ ഒരു തള്ളക്കുരുവിക്ക് ബലിക്കല്ലിൽ ഇടം കണ്ടെത്താനാകുന്ന അത്ര ലാളിത്യം. ദൈവം നമ്മുടെ സങ്കീർണമായ നിർമ്മിതികളെയും വ്യവസ്ഥകളെയും സംവിധാനങ്ങളെയും പ്രപഞ്ചക്രമത്തെയുമെല്ലാം ഇങ്ങനെ നിസ്സാരതയിലേക്ക് തള്ളിയിടുകയാണ്. ഇന്ന് ലൂക്ക 21-29 മുതൽ നമ്മളോട് പറയുന്നത് പോലെ പ്രാപഞ്ചികമായൊരു തകിടം മറിച്ചിൽ നമ്മെ കാത്തിരിപ്പുണ്ട്. ലോകക്രമത്തിൻ്റെ ഭംഗം. കടലുപോലെ പ്രക്ഷുബ്ധമായ ജീവിത തലങ്ങളിൽ എല്ലാം കലങ്ങിമറിയുന്നു. ഒന്ന് മാത്രം നിലനിൽക്കുകയാണ്. നമുക്കത് മാത്രമേ പിടിവള്ളിയായുള്ളൂ. ദൈവത്തിൻ്റെ വചനം അതുമാത്രമേ മായാതെ നിൽക്കുന്നുള്ളൂ. ആകാശവും ഭൂമിയും കടന്നുപോകും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുറപ്പുകളും ധാരണകളും സർവ്വസാധാരണമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവം പൊളിച്ചെഴുതുന്നു. അതേസമയം നിസ്സാരമെന്നും അപ്രസക്തമെന്നും കരുതുന്ന ദൈവത്തിൻ്റെ വചനബന്ധത്താൽ നമ്മെ ദൃഢമായി അവിടുന്ന് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. നമ്മൾ അതിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നത് വേറൊരു കാര്യം. ലോകം കലങ്ങിമറിയുമ്പോൾ നാം ആ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണോ? നമ്മൾ ഏത് പക്ഷമാണ് തിരഞ്ഞെടുത്തത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു പ്രശ്നം. ദേവാലയം എന്നത് യഹൂദ സങ്കല്പത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പ് തന്നെയാണ്. മൈക്രോകോസം, ടെമ്പിൾ ആസ് എ കോസ്മോസ്. മാത്രമല്ല ഭൗമവും അഭൗമവുമായവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് ദേവാലയം. ടെമ്പിൾ ഇൻ ദ കോസ്മോസ്. ഈ ലോകക്രമത്തിൽ ദേവാലയത്തിൻ്റെ പ്രസക്തി എന്താണ്? അത് തികച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവാരാധനയും ദൈവാലയവുമൊക്കെ ഒരേ സമയം നമ്മുടെ ഭൗമവും അഭൗമവുമായ അനുഭവങ്ങളുടെ സംഗമമാകണം. ദൈവവും മനുഷ്യനും ഒന്നായതുപോലെ, മനുഷ്യാവതാര രഹസ്യം മാംസമാർന്നതുപോലെ. ദൈവാരാധനയെ സൂചിപ്പിക്കുന്ന ലൈത്തൂർഗ്യ എന്ന ഗ്രീക്ക് വാക്കും അവാദ് എന്ന ഹീബ്രു വാക്കും സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിനും മനുഷ്യനും ശുശ്രൂഷ. അവിടെയാണ് ആരാധന ഇതൾ വിരിയുന്നത്, ദൈവവും മനുഷ്യനും പരസ്പരം ആശ്ലേഷിക്കുന്നത്.